വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം അധ്യായം 28 11 മുതൽ 15 വരെയുള്ള വാക്യം. കാവൽക്കാരുടെ വ്യാജ പ്രസ്താവന. അവർ പോയപ്പോൾ കാവൽക്കാരിൽ ചിലർ പട്ടണങ്ങളിൽ ചെന്ന് സംഭവിച്ചതെല്ലാം പ്രധാന പുരോഹിതന്മാരെ അറിയിച്ചു. അവരും പ്രമാണികളും കൂടി ആലോചിച്ചതിനു ശേഷം പടയാളികൾക്ക് വേണ്ടത്ര പണം കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഉറങ്ങിയപ്പോൾ രാത്രിയിൽ അവന്റെ ശിഷ്യന്മാർ വന്ന് അവനെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് പറയുവിൻ. ദേശാധിപതി ഇതറിഞ്ഞാൽ ഞങ്ങൾ അവനെ സ്വാധീനിച്ച് നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാക്കാതെ നോക്കിക്കൊള്ളാം. അവർ പണം വാങ്ങി നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിച്ചു. ഇത് ഇന്നും യഹൂദരുടെ ഇടയിൽ പ്രചാരത്തിലിരിക്കും. യേശുവിന്റെ ഉത്ഥാനത്തെ സംബന്ധിച്ചുള്ള വ്യാജവാർത്ത. യേശു ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത വിസ്മയനീയവും അതീവ സന്തോഷകരവുമായിട്ടുള്ളൊരു അനുഭവമാണ് മഗ്ദലേന മറിയത്തിനും കൂട്ടുകാരിലും ഉണ്ടാക്കിയത്. അവർക്ക് ലഭിച്ച നിർദ്ദേശമനുസരിച്ച് തകൃതിയിൽ തന്നെ അവർ അവിടെ നിന്ന് സ്ഥലം വിട്ട് യേശുവിന്റെ ശിഷ്യന്മാരെ വിവരമറിയിക്കാൻ വേണ്ടി പോയി. ഈ അവസരത്തിൽ കല്ലറയ്ക്ക് കാവൽ നിന്നിരുന്ന ചിലരൊക്കെ പട്ടണത്തിലേക്ക് പോയി അവിടെ സംഭവിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് പ്രധാന പുരോഹിതന്മാരെ ഒക്കെ വിവരമറിയിക്കുകയാണ്. വിവരമറിഞ്ഞ പുരോഹിതന്മാർ ജനപ്രതിനിധികളെ വിളിച്ചുകൂട്ടി അവിടെ ഒരു ഗൂഢാലോചന, ഒരു കുതന്ത്രത്തിന് രൂപം കൊടുക്കുകയാണ്. അതനുസരിച്ച് അവർ കല്ലറയുടെ കാവലിന്റെ ചുമതല വഹിച്ചിരുന്ന പട്ടാളക്കാരെ അവിടേക്ക് വിളിപ്പിക്കുന്നു. അവരോടായിട്ട് നിർദ്ദേശിക്കുന്നു, ഉണ്ടായ സംഭവങ്ങളെ പറ്റി നിങ്ങൾ പറയേണ്ടത് ഇങ്ങനെയാണ്. ഞങ്ങൾ സംഗതിവശാൽ പെട്ടെന്ന് ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. ഞങ്ങൾ ഉറങ്ങിയിരുന്ന അവസരത്തില് യേശുവിന്റെ ശിഷ്യന്മാരും മറ്റു അനുകൂലികളും വന്ന് കല്ലറ പൊളിച്ച് മൃതശരീരം എടുത്തുമാറ്റി. ഇതാണ് സംഭവിച്ചത്. എന്നിട്ട് പറയാനിടവന്നു, യേശു ഉയർക്കപ്പെട്ടു എന്ന്. നിങ്ങൾ ജനങ്ങളോടും ഉത്തരവാദിത്തപ്പെട്ടവരോടും പറയേണ്ട വാർത്ത ഇതായിരിക്കണമെന്ന് അവരെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. അപ്പൊ അവർക്കൊരു സംശയം സ്വാഭാവികമായിട്ടുണ്ടായി. അവരെ കൃത്യവിലോപത്തിന് ദേശാധിപതി ശിക്ഷിക്കാനിടവന്നാൽ ആരതിന് ഉത്തരവാദിയാകും? അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രധാന പുരോഹിതന്മാരും ജനപ്രതിനിധികളും ഒന്നിച്ച് പട്ടാളക്കാർക്ക് ഉറപ്പു കൊടുക്കുന്നു, ഞങ്ങള് നിങ്ങൾക്ക് ഒരു ശിക്ഷയും ഉണ്ടാകാനിടവരാത്ത വിധത്തിൽ ദേശാധിപതിയെ ഞങ്ങൾ സ്വാധീനിച്ചേക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് ഒരു പാരിതോഷികം എന്ന രീതിയിൽ ഒരു സംഖ്യയും അവർ കൊടുക്കാൻ ഇടവരുന്നു. സുവിശേഷകനായ മത്തായി നമ്മോട് പറഞ്ഞു തരുന്നു, പിന്നീട് യഹൂദന്മാരുടെ ഇടയിൽ വളരെ പ്രചാരം കിട്ടിയ ഒരു വാർത്തയാണ് യേശുവിന്റെ ഉത്ഥാനത്തെപ്പറ്റി ഉള്ള ഈ വ്യാജവാർത്ത. മൃതശരീരം എടുത്തുമാറ്റി അത് ഉയർപ്പിക്കപ്പെട്ടു എന്ന് പ്രചരിപ്പിക്കുന്നതാണ് എന്നുള്ള രീതിയിലാണ് ആ വാർത്ത പരക്കാൻ ഇടവന്നത് എന്ന് സുവിശേഷകൻ നമ്മോട് പറഞ്ഞു തരികയാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ.